നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിസിടിവി 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരം പ്രൗഢഗംഭീരം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 1000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുകയും നന്മകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സിസിടിവിയുടെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പഠനരീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി സംഘർഷമുണ്ടായി. പോലീസുകാരനും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. സിസിടിവി 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരം പ്രൗഢഗംഭീരം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 1000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന സിസിടിവി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരം 18 വർഷമായി തുടർന്നു വരികയാണ്. ഇതിനോടകം 9000-ഓളം വിദ്യാർത്ഥികളെ ഇതിന്റെ ഭാഗമാക്കാൻ സിസിടിവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 800 വിദ്യാർത്ഥികളെയാണ് ഈ വർഷം ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി അനുമോദിച്ചത്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിസിടിവിയുടെ സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷയായി. മുരളി പെരുന്നെല്ലി MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും 24 ന്യൂസ് ചാനൽ ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, 24 ന്യൂസ് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ യു പ്രദീപ്, പദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദീഖ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, നഗരസഭാ കൗൺസിലർമാരായ ബിജു സി ബേബി, ലബീബ് ഹസൻ, KK മുരളി, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ സ്വാഗതവും ചെയർമാൻ KC ജോൺസൺ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വാസ്തുവിദ്യ ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കവി റഫീഖ് അഹമ്മദ്, ഫിലിം എഡിറ്റർ V. വേണുഗോപാൽ, ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ കെൻസാറിസ് ജോണി എന്നിവരെ ആദരിച്ചു. KL ജോസ്, പല്ലവി ഉണ്ണികൃഷ്ണൻ, P. രാധാകൃഷ്ണൻ, സന്തോഷ് ചെറിയാൻ, ആൽബിൻ, ഗിസ്റ്റോ ജോസ് എന്നിവരുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നേരത്തെ ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസോടുകൂടിയാണ് പുരസ്കാര സമ്മേളനത്തിന് തുടക്കമായത്. എരുമപ്പെട്ടി ന്യൂസ് ബ്യൂറോക്കൊപ്പം ടീം സിസിടിവി. ജനങ്ങളുമായി നേരിട്ടിടപഴകുകയും നന്മകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സിസിടിവിയുടെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ചാനൽ മത്സരങ്ങളിൽ വാർത്തകളുടെ മൂല്യവും ധാർമ്മികതയും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സിസിടിവി ഉൾപ്പെടെയുള്ള പ്രാദേശിക ചാനലുകളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകി വിദ്യാർത്ഥികളിലെ സവിശേഷതകൾ കണ്ടെത്തി അനുമോദിക്കുകയും സ്കോളർഷിപ്പുകൾ നൽകി പഠനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന സിസിടിവിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും മന്ത്രി എ.കെ. ശശിധരൻ പറഞ്ഞു. അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഈ 18ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്.
നമ്മുടെ നാട്ടിൽ മാധ്യമ മേഖലയിൽ നിരവധി ചാനലുകൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം മാധ്യമ മേഖലയിലെ വൈവിധ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത്. വാർത്തകൾ വായിക്കുക, അവ പ്രേക്ഷകരിൽ എത്തിക്കുക, ഇതാണ് ദൃശ്യമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചടി മാധ്യമങ്ങൾ അവ അച്ചടിക്കുകയും വായനക്കാരുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും. മൂല്യവും ചിന്താശേഷിയുമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയെന്നതിനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പഠനരീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. കഴിവും ആത്മവിശ്വാസവുമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയെന്നതാണ് പുതിയ രീതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാധ്യമങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും പിന്തുണയും പുതിയ വിദ്യാഭ്യാസ രീതിക്ക് ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്ത വാസ്തുവിദ്യാ ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഫിലിം എഡിറ്റർ വി വേണുഗോപാൽ എന്നിവരെയാണ് പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാട് അണിയിച്ച് പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗവും നടത്തി. ലോക ചരിത്രത്തെ നിയന്ത്രിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാതകളെ സ്വാധീനിച്ചിട്ടുള്ള, നിയന്ത്രിച്ചിട്ടുള്ള, ചലിപ്പിച്ചിട്ടുള്ള മഹാവ്യക്തികൾ ഉണ്ടല്ലോ. അവരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും അത്ര പരീക്ഷകളിലൊന്നും അത്ര വലിയ വിജയം നേടിയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ശ്രീബുദ്ധൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു, അതുപോലെ മുഹമ്മദ് നബി, സോക്രട്ടീസ്, അങ്ങനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയ യോദ്ധാക്കളായിട്ട് നെപ്പോളിയനോ അലക്സാണ്ടർ ചക്രവർത്തിയോ അക്ബർ ചക്രവർത്തിയോ അങ്ങനെയുള്ള നിരവധി ലോക ചരിത്രത്തെ മാറ്റിമറിക്കുകയും നിയന്ത്രിക്കുകയും മനുഷ്യവർഗത്തെ തന്നെ സ്വാധീനിക്കുകയും ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വലിയ മനുഷ്യർ. CCTV പുരസ്കാര നഗരിയിലെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രദർശന സ്റ്റാൾ കുട്ടികളിൽ വേറിട്ട അനുഭവമായി. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസും ശ്രീകൃഷ്ണ കോളേജ് NSS വിമുക്തി ക്ലബ് സംയുക്തമായാണ് ലഹരിവിരുദ്ധ പ്രദർശന ബോധവൽക്കരണ സ്റ്റാൾ ഒരുക്കിയത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിനോടനുബന്ധിച്ച് ബോധവൽക്കരണ സ്റ്റാൾ ഒരുക്കിയത്. ആകർഷകമായ ഗെയിമുകളിൽ പങ്കെടുപ്പിച്ചും ദിനപത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയുമാണ് കുട്ടികളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, മുരളി പെരുന്നെല്ലി MLA, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, മാധ്യമപ്രവർത്തകൻ R ശ്രീകണ്ഠൻ നായർ തുടങ്ങി പുരസ്കാര ചടങ്ങിനെത്തിയ അതിഥികളും പ്രതിഭകളും സ്റ്റാൾ സന്ദർശിച്ചു. മത്സരത്തിൽ വിജയിയായ ആനായിക്കൽ കൂനത്ത് വീട്ടിൽ സജിയുടെ മകൻ വൈഷ്ണവിന് ശ്രീകണ്ഠൻ നായർ ഫുട്ബോൾ സമ്മാനിച്ചു. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AC ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ്, ശ്രീകൃഷ്ണ കോളേജ് NSS കൺവീനർ ഇജാസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സുരേഷ് നമ്പൂതിരി, ഡോക്ടർ G ഗായത്രി, വളണ്ടിയർമാരായ ശ്രീകൃഷ്ണൻ, നിഷ്ണുത തുടങ്ങി NSS അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി, പൊന്നിയൂർക്കുളം ബ്യൂറോകൾക്കൊപ്പം ടീം CCTV. മാധ്യമ മത്സരങ്ങൾ നടക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ജീവിതങ്ങൾ കണ്ടെത്തി താങ്ങും തണലുമാകുന്ന CCTVയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും പിൻവാതിലൂടെ നിയമനം ലഭിക്കുന്ന കാലഘട്ടം പഠിക്കുന്ന കുട്ടികളിൽ വലിയ വേദന സൃഷ്ടിക്കുന്നുവെന്നും 24 ന്യൂസ് ചീഫ് റിപ്പോർട്ടറും ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിജയിക്കാൻ കുറുക്കുവഴി തേടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന കാലഘട്ടമാണിതെന്നും പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് പൊതുബോധമുള്ളവരായി വിദ്യാർത്ഥികൾ മാറണം. ലഭിക്കുന്ന അംഗീകാരങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ട് പൊതുസമൂഹത്തിന് ഗുണമുള്ളവരായി മാറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഈ സുതാര്യത, സത്യസന്ധത എന്നൊക്കെ പറയുന്ന കാര്യം നമ്മുടെ ഗുളികയ്ക്ക് അരയ്ക്കാൻ കിട്ടുമെന്നുള്ള കാര്യത്തിലേക്ക് സംശയമാണ്. ഈ തലമുറ മുഴുവൻ അങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. എന്നാൽ ആളുകൾ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ആ വഴി നടന്നു പോകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടാകുന്ന ആശങ്കകളാണ് ഇതൊക്കെയെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരുപാട് നിങ്ങളോട് കാര്യം നിങ്ങൾ കുറേ പ്രസംഗം കേട്ടു. ഇപ്പോൾ തന്നെ മന്ത്രി AK ശശീന്ദ്രൻ അതിൽ കടന്നു പോകുമ്പോൾ ഞാനൊന്ന് ആദ്യം വയ്ക്കാൻ വേണ്ടി പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചായിരുന്നു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരാൻ താമസിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം ഒത്തിരി നീട്ടിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നീട്ടിയെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് ഞാൻ നന്നായി പ്രത്യേകിച്ച്. മറ്റു വാർത്തകളിലേക്ക്. കുന്നുകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി സംഘർഷമുണ്ടായി. പോലീസുകാരനും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഇന്റർപോളി കലോത്സവത്തിനിടെ വെള്ളിയാഴ്ച രാത്രി 11:30ഓടെയാണ് ആദ്യം സംഘർഷമുണ്ടായത്. കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികൾ 2 ചേരികളായി തിരിഞ്ഞ് റോഡിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സംഘർഷ സമയത്ത് പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സംഭവസ്ഥലത്ത് പിന്നീട് ക്യാമ്പ് ചെയ്തു. പിന്നീട് ടൗൺ ഹാളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30ഓടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. വെള്ളിയാഴ്ചയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ടൗൺ ഹാളിൽ ശനിയാഴ്ച സംഘർഷമുണ്ടായത്. ടൗൺ ഹാളിലേക്ക് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികളെ കണ്ട് പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ സുരക്ഷാ വീഴ്ച. ശ്രീകോവിലിനുള്ളിൽ നിന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പവർ ബാങ്ക് കണ്ടെത്തി. വെള്ളിയാഴ്ച രാത്രി അത്താഴപൂജയുടെ നിവേദ്യം കഴിഞ്ഞ് നിവേദിച്ച അപ്പം, അട എന്നിവ അടങ്ങിയ ചെമ്പുപാത്രങ്ങൾ പുറത്തേക്ക് വെച്ചപ്പോഴാണ് പവർ ബാങ്ക് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. പോലീസ് ശാന്തി വാസുദേവൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്തു. വീട്ടിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഇതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് നിരോധനമുണ്ട്. എന്നാൽ ദേവസ്വം ജീവനക്കാരോ കീഴ്ശാന്തിമാരോ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പരിശോധന നടത്താറില്ല. നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം. വിരുപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചു. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകർ വേദനാജനകമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇരുപാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. ലോണെടുത്തും പണ്ടം പണയം വെച്ചും ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികൾ നശിപ്പിച്ചത്. നെല്ലു സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി ധരിച്ചിടാതെ കൃഷിയിറക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും അധികാരികൾ കൈക്കൊള്ളുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരുപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനോടൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷിയും വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്ന് കർഷകരായ രമേശ്, മണികണ്ഠൻ, സതീഷ് കുമാർ, നസീർ, അപ്പു, കുട്ടൻ തുടങ്ങിയവർ പറഞ്ഞു. ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം കിട്ടുകയാണെങ്കിൽ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മൾ ഇത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകൻ്റെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം കർഷകൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മനസ്സോടെ ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ കൃഷി എന്ന് പറഞ്ഞ പരിപാടി നിർത്തുകയല്ലേ. ഇപ്പം തന്നെ ബാങ്കിലൊക്കെ മര്യാദ ലോണും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. KCC ലോണൊക്കെ ഉണ്ട്. ഇങ്ങനെ ബാധ്യത കുറേ വരുത്തി വെച്ചിട്ട് കാറ്റിനകത്തേക്ക് പോകണം. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്.
മരത്തങ്കോട് കിടങ്ങൂർ കൊട്ടാരപ്പാട്ട് സോമൻ മകൻ ശില്പി സാഗർ ഗൾഫിലെ ഫുജൈറയിൽ നിര്യാതനായി 28 വയസ്സായിരുന്നു. താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. സുനിത മാധവാണ്, സ്വാതി, ശൃംഗ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചറിയൽ കാർഡ് പ്രിന്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണം വഴിപാടായി ലഭിച്ചു. പൊന്നാനി കടവനാട് കോത്തുള്ളിപ്പറമ്പിൽ ഹരിദാസനാണ് ഉപകരണം സമർപ്പിച്ചത്. കൊടിമരച്ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ഭരണസമിതി അംഗങ്ങളായ വി.ജി. രവീന്ദ്രൻ, കെ.പി. വിശ്വനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ദേവസ്വത്തിലെ സ്ഥിരം താൽക്കാലിക വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് പ്രിന്റ് ചെയ്യാൻ ഈ ഉപകരണം സഹായമാകും. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേ പുനയൂർ പരേതനായ കളരിക്കൽ പണിക്കർ ശ്രീധരൻ മാഷിന്റെ മകൻ 44 വയസ്സുള്ള അനീഷ് കുമാറിനെയാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടിപ്പുഴ കുട്ടാടൻ പാടത്തോട് ചേർന്നുള്ള മുക്കണ്ടത്ത് കുഴിയോട് ചേർന്ന് കിടക്കുന്ന ഉപതോടിൽ നിന്നാണ് ചെളിയിൽ താഴ്ന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ബൈക്ക്, ചെരിപ്പ്, ഹെൽമറ്റ് എന്നിവ ഇവിടെയുള്ള കൾവേട്ടിന് മുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം പോലീസിനെയും അഗ്നിശമന സേനാംഗങ്ങളെയും അറിയിച്ചത്. രാവിലെ 8 മണിക്ക് ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 11:50 ചെളിയിൽ താഴ്ന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിമിഷയാണ് ഭാര്യ. അവന്തിക, അവനീഷ് എന്നിവർ മക്കളാണ്. വടക്കേകാട് എസ്എച്ച്ഒ ബിനു ആറിന്റെ നേതൃത്വത്തിൽ ബിനീഷ്, നിബു നെപ്പോളിയൻ തുടങ്ങിയവരും, ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, അസിസ്റ്റന്റ് ഓഫീസർ എസ് ബിജു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ഷാജി, ഫയർമാൻമാരായ ഗോപകുമാർ, അമൽകൃപ, സമീർ, ശരവണൻ, ഫയർ ട്രക്ക് ഡ്രൈവർ അഭിജിത്ത് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തോട്ടിൽ തിരച്ചിൽ നടത്തിയത്. അകലാട് നിന്നെത്തിയ വി.കെയർ ആംബുലൻസ് പ്രവർത്തകർ തുടർ നടപടികൾക്കായി മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, പൊന്നിയൂർകുളം. ബൈക്കിടിച്ചു പരിക്കേറ്റ ഗൃഹനാഥൻ ചികിത്സയിലിരിക്കെ മരിച്ചു. ചിറക്കൽ പെരുമ്പുള്ളി സ്വദേശി വാരിയേടത്ത് യേശുദാസ് ആണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13 കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാനായി കാൽനടയായി സഞ്ചരിക്കവേ എതിർ ദിശയിൽ നിന്ന് വന്ന ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് യേശുദാസിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നെറ്റിയിലും കാലിനും പരിക്കേറ്റ യേശുദാസിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തുടരുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:00 മരണം. ചിന്നമ്മയാണ് ഭാര്യ. മീന, ഷീബ, ഷീജ, ബിജു എന്നിവർ മക്കളാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കല്ലുംപുറം സെന്റ് ജോർജ് മലകര പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പുന്നയൂർ അകലാട് ഖാദിരിയ ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധർ മത്സ്യത്തൊഴിലാളികളുടെ വലകളും ഷെഡും തീവെച്ച് നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്നേഹമതിൽ കാലുകളും മരപ്പലകകളും ടാർപോളിൻ ഷീറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഷെഡിലാണ് വലകൾ സൂക്ഷിച്ചിരുന്നത്. കടപ്പുറത്ത് കുറുനരികളുടെയും നായകളുടെയും ശല്യമുള്ളതിനാൽ പ്രദേശത്തെ ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് ഷെഡ് നിർമ്മിച്ച് അതിനുള്ളിൽ വലകൾ സൂക്ഷിച്ചിരുന്നത്. അക്ബർ, ഷിഹാബ്, ബക്കർ, സമദ് എന്നിവരുടെ വലകളാണ് നശിച്ചത്. അടുത്തുകൊണ്ടിരിക്കുന്ന കൂന്തൽ സീസൺ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വലകളും കത്തിനശിച്ചിട്ടുണ്ട്. ഷെഡിന് സമീപത്തുള്ള വീട്ടുകാരാണ് ഷെഡ് കത്തുന്നത് കണ്ടത്. തുടർന്ന് തൊഴിലാളികളെ അറിയിക്കുകയായിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും സംഭവ സമയം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളതായും വടക്കേകാട് പോലീസിൽ പരാതി നൽകുമെന്നും മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. CCTV ന്യൂസ്, പൊന്നിയൂർകുളം. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി P.I. തോമസിനെ DCC പ്രസിഡന്റ് V.K. ശ്രീകണ്ഠൻ നിയമിച്ചു. മണ്ഡലം പ്രസിഡന്റായിരുന്ന C.V. ജാക്സന്റെ നിര്യാണത്തെ തുടർന്നാണ് P.I. തോമസിനെ താൽക്കാലിക നിയമനം. കുന്നംകുളം നഗരസഭാ മുൻ കൗൺസിലറും നിലവിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് തോമസ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലം UDF കൺവീനർ സ്ഥാനവും തോമസ് വഹിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച വ്യക്തി കൂടിയാണ് P.I. തോമസ്. ഇസാഫ് ബാങ്കിന്റെ ഗർഷോം പദ്ധതി പ്രകാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി മൊബൈൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. ഇസാഫ് ബാങ്ക് ഗർഷോം പദ്ധതി കോർഡിനേറ്റർ ഷനോയ് PM ആമുഖ സന്ദേശം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം MC ഐജു, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിഡ്, നടത്തുകൈക്കാരൻ KP ഫ്രിൻഡോ, സാന്തോം ഫെലോഷിപ്പ് കോർഡിനേറ്റർ ഷൈജു തൈക്കാടൻ, കൈക്കാരന്മാരായ ബിജോയ് ജോസ്, MP ഫ്രാൻസിസ്, PRO P. ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ പള്ളി നിർമ്മാണ തൊഴിലാളികളെ ആദ്യ പരിശോധന നടത്തി.
തുടർന്ന് പള്ളി പരിസരം, കടങ്ങോട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ എരുമപ്പെട്ടി പ്രദേശങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കും. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. ഇസാഫ് ബാങ്ക് ഗർഷോം പദ്ധതിയിൽ ഡോക്ടർ ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പരിപാലന ടീമാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 22ാമത് സംസ്ഥാന അമേച്വർ മെൻസ് റെസ്ലിംഗ് 125 കിലോഗ്രാം വിഭാഗത്തിൽ MR റൈസുദ്ദീൻ സ്വർണം നേടി. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ റെസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മകനാണ്. മാറമ്പള്ളി MES കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. പാലയൂർ സെന്റ് തോമസ് LP സ്കൂൾ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം ഉദ്ഘാടനം നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ VJ ജോയ്സി, OSA പ്രസിഡന്റ് അബ്ബാസ് മാലിക്കുളം, സുധീർ, സുബൈർ, മുനിസിപ്പൽ എഞ്ചിനീയർ CL ടോണി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ജ്യോതി ജോർജ് ചിറമൽ സ്വാഗതവും PTA പ്രസിഡന്റ് ഷമീർ പുഴങ്ങരയിലത്ത് നന്ദിയും പറഞ്ഞു. MLAയുടെ പ്രത്യേക വികസന പദ്ധതി പ്രകാരം അടങ്കൽ തുക 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണം നിർവഹിക്കുന്നത്. VU രാധാകൃഷ്ണൻ രചിച്ച മഹാഭാരതം പ്രകൃതി ഭാരതം എന്ന പുസ്തകം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏറ്റുവാങ്ങി. സാംസ്കാരിക പ്രവർത്തകൻ V മുരളി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ MK ഹരിനാരായണൻ, പ്രസാദ് കാക്കശ്ശേരി, NJ ജെയിംസ്, ഡോക്ടർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓൺ കർമ്മം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CP ലൈലിക, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകരായ ജീന ജോൺ, സ്റ്റെഫി സണ്ണി, സ്നേഹ വിൽസൺ എന്നിവർ സംസാരിച്ചു. സീനത്ത് CM, റിൻസി സിബോസ്, അനു PB, സോന ജോസ്, ഡെയ്സി ലിജിൻ, PS മധു എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയത്തിന്റെ 2ാമത്തെ വാഹനമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ 2024-26 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സംസ്ഥാന കമ്മിറ്റിക്കുള്ള സ്വീകരണവും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ID കാർഡ് വിതരണവും ആദ്യ സംസ്ഥാന സമിതി യോഗവും ഇതോടൊപ്പം നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ചങ്ങരംകുളം കണി ഫിലിം സൊസൈറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് M റഫീഖ്, ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു, ട്രഷറർ റാഫി ചങ്ങരകുളം, KMPU സ്ഥാപക നേതാക്കളായ V സെയ്ദ്, പീറ്റർ ഏഴിമല തുടങ്ങി സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 22ാമത് സംസ്ഥാന അമേച്ചർ വുമൺ റെസ്ലിംഗ് 59 കിലോഗ്രാം വിഭാഗത്തിൽ റെനീസ MR സ്വർണം നേടി. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ റെസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മകളാണ്. തൃശൂർ വിമല കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 16ാം സ്ഥാപക ദിനം ആചരിച്ചു. പഞ്ചായത്തിലെ കരിക്കാട്, പെരുമ്പിലാവ്, ആൽത്തറ, മണിയറക്കോട്, കടവല്ലൂർ എന്നിവിടങ്ങളിൽ പതാക ഉയർത്തുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു. കടവല്ലൂർ ബ്രാഞ്ചിന്റെ കീഴിൽ ഹൈവേ ഇന്ദിരാജിയിൽ ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ബാസ് അമ്പലനടയിൽ അബ്ദുള്ളക്കുട്ടി, തെക്കേ പീടിക, വടക്കുമുറിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഷെരീഫ്, സംഗീത നഗറിൽ ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് വേലായുധൻ, വടക്കുമുറിയിൽ ട്രഷറർ സുമേഷ്, കരിക്കാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഷെരീഫ്, പെരുമ്പിലാവിൽ ബ്രാഞ്ച് പ്രസിഡന്റ് ഇംതിയാസ് തങ്ങൾ, മണിയറക്കോട് ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഹമീദ്, ആൽത്തറ ബ്രാഞ്ച് സെക്രട്ടറി റിയാസ് എന്നിവർ പതാക ഉയർത്തി. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് ഉബൈദ് കടവല്ലൂരിലും സെക്രട്ടറി നവാസ് തങ്ങൾ പെരുമ്പിലാവിലും ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് ആലുങ്ങൽ കരിക്കാടിലും ട്രഷറർ മൊയ്തീൻ മണിയറക്കോടും പങ്കെടുത്തു. മുതിർന്ന പ്രവർത്തകർ അംഗങ്ങൾക്ക് സ്ഥാപക ദിന സന്ദേശം കൈമാറി. ബ്രാഞ്ച് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. അസംബ്ലിയിൽ പ്രധാന അധ്യാപകൻ ലൈനു PK യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗാസനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധതരം യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. അധ്യാപകരായ നവ്യ വർഗീസ്, മിൻറ്റു ബേബി C, ജിമി മോഹൻ, അഫ്സൽ VK തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി.
CCC ഗുരുവായൂരിന്റെ പ്രസിഡന്റായി CD ജോൺസനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി ചന്ദ്രൻ ചങ്കത്തിനെയും ട്രഷററായി ഡേവിസ് ചുങ്കത്തിനെയും തെരഞ്ഞെടുത്തു. ഉദയൻ പേരകം, വി വിദ്യാധരൻ, PR സുബ്രഹ്മണ്യൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും സുന്ദരൻ പേരകം, ബാബു അരിയന്നൂർ, CA വേണുഗോപാൽ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും ലത്തീഫ് മമ്മിയൂർ വർക്കിംഗ് പ്രസിഡന്റുമാണ്. ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ KB ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ പഴഞ്ഞി പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകനായ ശ്രീജ ചതരപ്പിള്ളയുടെ ജന്മദിനാനുസ്മരണം നടത്തി. പ്രധാന അധ്യാപകൻ G. ജോർജ് സന്ദേശം നൽകി. വായനശാല പ്രസിഡന്റ് KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാജി K. വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SDPI 16ാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലത്തിലെ 52ഓളം കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. മധുര വിതരണമുണ്ടായി. വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും വിദ്യാർത്ഥികളെ ആദരിച്ചും വിവിധ ബ്രാഞ്ചുകൾ വ്യത്യസ്തമായ പരിപാടികളാണ് നടത്തിയത്. മണ്ഡലം ഓഫീസിൽ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാങ്കുന്ന് പതാക ഉയർത്തി. മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട് പാർട്ടി സന്ദേശം നൽകി. നേതാക്കളായ ഡോക്ടർ സക്കീർ ഹുസൈൻ, നൌഫൽ അകലാട്, ഇല്യാസ് ബേബി റോഡ്, അസീസ് തിരുവത്ര, ആഷിഫ് പാപ്പാളി, ജംഷി നൌഷാദ് ഉൾപ്പെടെ മണ്ഡല നേതാക്കൾ പങ്കെടുത്തു. പഞ്ചായത്ത് മുനിസിപ്പൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ അതാത് പ്രസിഡന്റുമാർ പതാക ഉയർത്തി. ബ്രാഞ്ചിലെ മുതിർന്ന പ്രവർത്തകർ പാർട്ടി സന്ദേശം നൽകി. പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികൾക്ക് സുബൈർ ഐനിക്കൽ, തൗഫീഖ് പാപ്പാളി, ഷാഫി എടക്കഴിയൂർ, അഷ്കർ ഖാദിരിയ, നവാസ് വടക്കേക്കാട്, ഷിഹാബ് തൊഴിയൂർ, വിക്ടർ നാസർ ചാവക്കാട്, നജീബ് ബ്ലാങ്ങാട്, ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം. എരുമപ്പെട്ടി കിഴക്കൂട്ട് പരേതനായ മാധവന്റെ മകൻ നെല്ലുവായ് കിഴക്കൂട്ട് ഫ്ലവർ മിൽ ഉടമ രവികുമാർ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് നടക്കും. മഞ്ജുള ഭാര്യയും സാംജിത്ത്, ശ്രുതി, സുർജിത്ത് എന്നിവർ മക്കളുമാണ്. എടക്കര പഞ്ചായത്ത് ഓഫീസിന് വടക്കുഭാഗം താമസിക്കുന്ന പരേതനായ നാലകത്ത് കല്ലിങ്ങൽ അമ്മദു മകൻ കമറുദ്ദീൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ 9-ന് എടക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ജമീലയാണ് ഭാര്യ. ഷജീഖ്, ആഷിഖ്, നഫീസ എന്നിവർ മക്കളാണ്. തിപ്പലശ്ശേരി ചക്കുംകുമരത്ത് ദേവകി അമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ശ്രീധരൻ നായർ ഭർത്താവാണ്. രമ വിജയൻ മകളാണ്. കടങ്ങോട് കിഴക്കുമുറി മാനംപുള്ളി ചന്ദ്രൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. പ്രേമലതയാണ് ഭാര്യ. മണികണ്ഠൻ, മഞ്ജു, അനിരുദ്ധൻ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CCTV 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരം പ്രൗഢഗംഭീരം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 1000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുകയും നന്മകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന CCTVയുടെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പഠനരീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി സംഘർഷമുണ്ടായി. പോലീസുകാരനും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അടുപ്പൂട്ടി ശാന്തിനഗർ കുത്തൂർ തമ്പിയുടെ ഭാര്യ തങ്കമണിയുടെ 5ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മകൾക്കൊപ്പം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.